ഇപ്പൊ നല്ലൊരു സീനുണ്ട്. ഇതുണ്ടോ, നമുക്ക് ടച്ച് വർക്കാവുന്നില്ല. ഈ ബാക്കിൽ നിൽക്കുന്ന ഈ ചേച്ചിയാണ് നമ്മളെ ട്രിപ്പ് ബുക്ക് ചെയ്തിക്കണേ. അപ്പൊ ഞാൻ ട്രിപ്പ് ക്യാൻസൽ ആയിട്ടുണ്ട്. എനിക്ക് സൗണ്ട് വന്ന് ഇതിപ്പോഴും കണ്ടോ, ഇതിപ്പോഴും ടച്ച് വർക്കാവുന്നില്ല. നല്ല ഫിറ്റ് അടിച്ചിരിക്കണം. വണ്ടി കയറി ഇരുന്നിട്ടാണ് ആ ചേച്ചി പോയത്. നമുക്ക് 15 ഉറുപ്പിക ഇതാ മേലെ വന്ന് നല്ല ഫിറ്റ് അടിച്ചിട്ടുണ്ട്. ആ ട്രിപ്പ് വീണ്ടും എനിക്ക് തന്നെ വന്നു. ഇത് എയർപോർട്ട് കണക്ട് ആക്കിയതുകൊണ്ട് സൗണ്ട് കേൾക്കാൻ പറ്റിയില്ല. എനിക്കിവിടെ ട്രിപ്പ് വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷെങ്കിൽ ടച്ച് വർക്ക് ആവണില്ല. മൊത്തത്തിൽ ഇത് ഹാങ് ആയി. ലോഡിങ് ഉണ്ടോ, ആദ്യം അക്സെപ്റ്റ് ചെയ്ത ട്രിപ്പ് ഇപ്പോഴും ലോഡ് ആയിക്കൊണ്ടിരിക്കുക. ചെറിയ ദൂരമുള്ളൂ, 1.5 കിലോമീറ്റർ. വേഗം ലൊക്കേഷനും എയർപ്ലെയിൻ മൂഡ് ആക്കിയിട്ടെ. കാരണം എന്താ, ഇനിയോ ട്രിപ്പ് അപ്പൊ നമ്മൾ സെപ്പറേറ്റ് ഒന്ന് പോയിട്ടുണ്ടാവും. ഇത് കാരണം ഇപ്പൊ ഒന്നും എടുക്കാൻ പറ്റില്ല, ടച്ച് വർക്ക് ആയതുകൊണ്ട്. ആ രണ്ടാമത് വന്ന ട്രിപ്പ് അത് ആ ചേച്ചിന്റെ ട്രിപ്പ് തന്നെയാണ്. അപ്പൊ എന്താ സംഭവം ചോദിച്ചാല്, ഞാൻ മൊബൈൽ ഷോപ്പിലായിരുന്നു. അവിടുന്ന് ട്രിപ്പ് വന്നു, അക്സെപ്റ്റ് ആക്കി. ഇതുപോലെ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റണില്ല. കാരണം 100 മീറ്റർ അടുത്തുള്ളൂ പിക്കപ്പ്. അപ്പൊ എനിക്ക് ഏത് ഭാഗത്താന്നും അറിയില്ല, ഒന്നും അറിയില്ല. കസ്റ്റമർ വിളിച്ചു എന്നോട്. അപ്പൊ ഞാൻ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ്, മറ്റേ ഞാൻ അവിടെ അടുത്തുണ്ട്, ICICI ബാങ്കിന്റെ അടുത്തുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു എനിക്ക് അവിടേക്കാ പോകേണ്ടതാണ്. ചേച്ചി കേറുമ്പോ തന്നെ ആദ്യം തന്നെ ഫുള്ള് റോങ് ആണ് സംഭവം. ഞാൻ അവിടേക്ക് വരാത്തോണ്ടാണ്. ആൾക്ക് അടുത്തായിട്ട് വണ്ടി കാണുന്നുണ്ട്. എനിക്കാണെങ്കിൽ ലൊക്കേഷനും കാണാൻ പറ്റണില്ല. ഫോൺ ഇങ്ങനെ ആയതുകൊണ്ട് ഇപ്പോഴും ഞാൻ എയർപ്ലെയിൻ മൂഡ് ആക്കിയിട്ടിരിക്കുക. ഇപ്പോഴും അതേ പൊസിഷനിലാണ് കിടക്കണത്. ലാസ്റ്റ് ചേച്ചി വിളിച്ചപ്പോ ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ട്, വരുന്നുണ്ട് പറഞ്ഞു. അപ്പോ ചേച്ചി അപ്പുറത്തായിരുന്നു. അപ്പുറത്ത് നടന്നു വന്ന് കയറി, നിങ്ങൾ എന്ത് പരിപാടി കാണിക്കണേ, അങ്ങനെ എങ്ങനെ? ഞാൻ പറഞ്ഞു, ചേച്ചിക്ക് ഇങ്ങനെ കാട്ടി കൊടുത്തു ഫോണ്. ചേച്ചി മറ്റേ ടച്ച് വർക്ക് ആവുന്നില്ല, അതുകൊണ്ടാണ്. താനൊന്നും പറയണ്ട, താന് വേഗം വിട്ടേ, എന്നാ പിൻ നമ്പർ പറഞ്ഞിട്ട് പിൻ നമ്പർ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, പിൻ നമ്പർ അടിക്കാൻ പറ്റൂല, അടിക്കാതെ പോകാനേ പറ്റുള്ളൂ. അത് എന്ത് വർത്താനാണ്, അങ്ങനെ പറ്റൂല പറഞ്ഞോട്. ഞാൻ പറഞ്ഞു, ഇപ്പൊ ചേച്ചിന്റെ ചിലപ്പോ പേഴ്സണൽ ട്രിപ്പ് ആക്കാന്ന് വിചാരിച്ചിട്ടേക്ക് 100 ഉറുപ്പിക നമ്മൾ പേഴ്സണൽ ട്രിപ്പ് ആക്കിയിട്ട് യാതൊരു കാര്യമല്ല. അപ്പോ ഞാൻ പറഞ്ഞത് ഇത് അതുകൊണ്ടല്ല, ടച്ച് വർക്ക് ആവാത്തോണ്ടാണ്. അത് എങ്ങനെ തരാൻ പറ്റുമോ, നിങ്ങൾക്ക് ഓടാതെ എങ്ങനെയാ, നിങ്ങൾക്ക് പൈസ എങ്ങനെ തരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, പൈസ ചേച്ചി അതിൽ കാണിച്ച പൈസ തന്നാൽ മതി, എനിക്ക് എന്റെ ടച്ച് വർക്ക് ആവാത്തോണ്ടാണ്. ഫുള്ള് ഫിറ്റ്. അതുവരെ നമ്മൾ മര്യാദയിൽ പറഞ്ഞു, കാരണം ടച്ച് വർക്ക് ആവാത്തോണ്ടാണ്. ചേച്ചി എന്തൊക്കെയാ പറയണ, അങ്ങനെ തരാൻ പറ്റൂല, നിങ്ങൾ പിൻ നമ്പർ അടിച്ച് പോവാ. ഞാൻ പറഞ്ഞു, പിൻ നമ്പർ അടിക്കാൻ പറ്റണില്ല, നിങ്ങൾ എന്തുകൊണ്ട് എന്നെ വിളിച്ച് പറഞ്ഞില്ല വെച്ചു. വിളിച്ച് പറയാനും വേണ്ട, ഇത് ടച്ച് വർക്ക് ആവണ്ടേ. ഫുള്ള് ഫിറ്റ്, അതില് പോകാൻ പറ്റൂല. ഞാൻ പറഞ്ഞു, എന്നാ ഇറങ്ങിക്കോ പറഞ്ഞു. എന്നോട് പറഞ്ഞു, എങ്ങനെ ഇറങ്ങും, ഞാൻ ക്യാബ് ബുക്ക് ചെയ്തല്ലേ, ഞാൻ ഇതിൽ തന്നെ പോകുന്നതാണ്. വണ്ടി പോകില്ലാണ്. ചേച്ചിക്ക് വേറെ വണ്ടി കിട്ടിയിട്ടുണ്ട്, ഒരു ഡിസയറായാലും. ചിലപ്പോ നമ്മളെ പറ്റി ഇങ്ങനെ പറയും, നമ്മളെ പറ്റി പറഞ്ഞോണ്ട് കാര്യം കുഴപ്പമില്ല. പിന്നെ എന്താന്നോ, ഇതിപ്പോഴും അടുത്തൊരു വണ്ടി ബുക്ക് ചെയ്ത് ചേച്ചി പോകാൻ തുടങ്ങി, എന്നിട്ട് പോലും ഇത് റെഡി ആയിട്ടില്ല. ഇതിപ്പോഴും സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, ഇതാ പോണേ ഈ ഡിസയർ ആട്ടോ. അങ്ങനെ ഫുള്ള് ഫിറ്റ്. എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഇത്ര കൂട്ട് ഇതാവൊന്നും കരുതിയില്ല. ചേച്ചിക്ക് അർജന്റ് ആയിരുന്നു. അപ്പൊ ഞാൻ കരുതി അതിൽ കാണിച്ച റേറ്റ് തന്നാൽ മതി, ഞാൻ അവിടെ കൊണ്ടുപോയാക്കാന്ന് പറയുമ്പോ ഓക്കെ എന്ന് പറയുക. കാരണം ആൾക്കിപ്പോ വേണ്ടത് ആൾക്ക് അവിടെ എത്തിപ്പെടുക എന്നുള്ളതാണ്. അപ്പൊ പിന്നെ പൈസ അതിൽ കാണേണ്ടത് തന്നാലും മതിയല്ലോ. അപ്പൊ ചേച്ചിക്ക് അത് പറ്റൂല. ചേച്ചിക്ക് എന്നോടുള്ള ദേഷ്യം കൊണ്ട് പിൻ നമ്പർ അടിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ നിനക്ക് ബാഡ് കമന്റ് ഇടും നോക്കിക്കോ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നോ പ്രോബ്ലം, നിങ്ങൾ ബാഡ് കമന്റ് ഇട്ടോളിന്നാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ബാഡ് അവസ്ഥ വന്നോണ്ടല്ലേ നിങ്ങൾ ബാഡ് ഇട്ടോളിന്നാണോ. അതിൽ ബാഡ് ഇടാൻ പറ്റൂല. കാരണം റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ പിൻ നമ്പർ അടിക്കണം. പിൻ നമ്പർ അടിക്കാണ്ട് ഒരിക്കലും റിപ്പോർട്ട് ആവില്ല. അതിൽ ചേച്ചി ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഡോറുണ്ട് അടക്കല്. ഞാനിങ്ങോട്ട് ബാക്ക് ഇട്ട മേത്ത് വല്ല ഇങ്ങനെ തട്ടിച്ചെടുത്ത്, എന്നിട്ട് മുമ്പ് കേട്ടോ അത് മണ്ടി ബാക്ക് അവിടെ ചളി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ബാക്കൊക്കെ മണ്ടി. എന്നിട്ട് ഇങ്ങനത്തൊക്കെ പറയണ്ടായിരുന്നു. എനിക്ക് കണ്ണാടിയിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. എനിക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വണ്ടി ഇപ്പൊ കേറിയപ്പോൾ വീഡിയോ എടുക്കേണ്ടി വരും. അപ്പൊ പറ്റിയില്ല. എന്നിട്ട് എന്നോട് ബാഡ് കമന്റ് ഇടുന്നൊക്കെ പറഞ്ഞു പോയി. എന്നിട്ട് ഞാൻ അവിടെ ഇങ്ങനെ നിന്നു. എനിക്കാണെങ്കിൽ അപ്പൊ ക്യാൻസലേഷന്റെ ഫീ ആരാണ്ട് വരുന്നതിന്റെ സൗണ്ട് എനിക്ക് മനസ്സിലായി, കേട്ടു. എയർപോർട്ട് കണ്ടാക്കിയോണ്ട് അവിടെ നിൽക്കണോണ്ട് നമ്മൾ പിക്കപ്പ് പോയിന്റിലുണ്ടല്ലോ. എന്നാ പിന്നെ ഞാനും കരുതി അവിടെ തന്നെ നിൽക്കാം. ഊബറിന്റെ പൂതി ഉണ്ടാവും, എന്ത് കസ്റ്റമറിന്റെ അടുത്തുണ്ട്, എന്റെ വണ്ടി കയറി. ചിലപ്പോ ലൊക്കേഷൻ അടുത്തടുത്ത് നിൽക്കണോണ്ട് എന്തുകൊണ്ടാണ് ഈ ട്രിപ്പ് പോവാത്തത്, ഡ്രൈവറിന്റെ പ്രശ്നമല്ലല്ലോ, ഡ്രൈവർ അവിടെ എത്തിക്കണമല്ലോ എന്ന് ഭയങ്കര ഊബർ വിചാരിക്കാം. അതുകൊണ്ട് എന്തായി, നമുക്ക് 15 ഉറുപ്പിക കിട്ടി. ചേച്ചി ക്യാൻസൽ ചെയ്തു. ചേച്ചി അടുത്ത വണ്ടിയും ബുക്ക് ചെയ്തിട്ട് അടുത്തുനിന്ന് ബുക്ക് ചെയ്യണതും എനിക്കാ കിട്ടിക്കണേ. അത് ഞാൻ എടുക്കാൻ കരുതിക്കണം, എടുത്തിട്ട് പോവാതെക്കാൻ. പക്ഷെ എനിക്ക് ടച്ച് വർക്ക് ആവാത്തോണ്ട് കിട്ടിയില്ല. ഏതായാലും പല ഡിസൈറിൽ കയറി പോയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ഇപ്പോഴും ഇങ്ങനെ കിടക്കാണ്. ഞാൻ എയർപ്ലെയിൻ മോഡ് ആക്കിയിട്ടാണ്. അതാണ് ഈ മേലുണ്ടോ റെഡ് കളർ ആയിട്ട് വന്നിക്കണേ. റാപ്പിഡോ ഓണാക്കാൻ പറയേണ്ടതാണ്. അപ്പൊ എന്ത് ചെയ്യാന്നോ, ഇനിയിപ്പോ ആകെ ഒരു വഴിയുള്ളൂ, ഇതിങ്ങനെ നിൽക്കും. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റീസ്റ്റാർട്ട് അടിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ ആകെ ഒരു 330 ഉറുപ്പ്യാന്റെ ഓട്ടോ ഓടിക്കണേ, 2 ട്രിപ്പ്. അതിന് ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് ചിലപ്പോ ഒരു 1.5-2 മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് അടുത്ത ട്രിപ്പ് അടിച്ചിക്കണേ. ചെറിയൊരു 130 ഉറുപ്പ്യാന്റെ. അത് ചങ്ങമ്പുഴക്ക്. അത് കഴിഞ്ഞ് നേരെ പത്തരിപ്പാലം വന്ന് CNG അടിച്ച് അവിടുന്ന് മൊബൈൽ ഷോപ്പിൽ വന്ന്. ഇനിയിപ്പോ എന്തായാലും ഓടണില്ല. ഇന്ന് എന്തോ ഒരു ബന്ധാണ്, ഇന്ന് വെനസ്ഡേ ആണ്. അപ്പൊ ഇന്ന് എന്തോ ഒരു ബന്ധുണ്ട്. അപ്പൊ ഇന്ന് സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ല. ട്രിപ്പ് ഉണ്ടാവില്ല എന്ന് കരുതിന്. പക്ഷെങ്കില് അതേപോലെ തന്നെ സംഭവിച്ചു. ആർക്കും ട്രിപ്പില്ല. 1000 രൂപ പോലും ആയിട്ടില്ല. ഫോൺ ഓപ്പൺ ആയിട്ടോ.
അപ്പൊ ഇന്നെന്തായാലും ഇനി ഓടണില്ല. ഈ വെയിലത്ത് ഇങ്ങനെ കടന്നിട്ട് CNG ഇട്ടാണ്ടേ ഒരു പുള്ളി ഇപ്പൊ തന്നെ CNG പോയി, നഷ്ടമായിരിക്കും. ഇന്ന് വെറുതെ CNG ഇട്ട് ഇങ്ങനെ AC ഇട്ടാണ്ട് ഇങ്ങനെ ഇരിക്കേണ്ടി വരും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നിപ്പോ എന്തായാലും തൃപ്തി കേൾക്കണു, വയറ് നിറഞ്ഞു, നല്ലൊരു ഫിറ്റ് അടിച്ചുക്കണു. ഇതുവരെ ട്രിപ്പ് ഇല്ലാതിന്റെ ദേഷ്യത്തിലൊക്കെ വെയിലത്ത് എത്രങ്ങാനും ഞാൻ കടന്നു പറയുന്നത് AC ഇട്ടാണ്ട് അതിന്റെ ദേഷ്യമൊക്കെയാണ് ഫിറ്റ് അടിച്ചു വിട്ടത്.